ഇന്ന് ഒരു യാത്രയാണ് പ്ലാൻ ചെയ്തത്. ഇന്നത്തെ യാത്ര ബാംഗ്ലൂർ യാത്രയാണ്. ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ യാത്ര പോകുന്നത് നമ്മളുടെ നെക്സോൺ EV പ്രൈമിലാണ്. അപ്പോൾ പലർക്കും സംശയമുള്ളതാണ് നെക്സോൺ EVയിലൊക്കെ എങ്ങനെ ഇത്ര ദൂരയാത്രയൊക്കെ നടത്താം എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു പരീക്ഷണമാണ് ഇന്ന്. എങ്ങനെയാണ്, എന്തൊക്കെ തരത്തിലാണ് നമ്മൾ ചാർജിങ് എവിടെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുന്നത് കോഴിക്കോട് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് നിന്നാണ്. നമ്മളിപ്പോൾ ഇന്ന് പോകുന്നത് വയനാട് മുത്തങ്ങ വഴിയാണ് പോകുന്നത്. വയനാട് മുത്തങ്ങ, അതുപോലെ ചെക്ക് പോസ്റ്റ് കടന്ന് അങ്ങനെയാണ് നമ്മൾ മൈസൂർ വഴി നേരെ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ സമയം 5:45 കൃത്യം 5:45. അതുപോലെ നമ്മളുടെ റേഞ്ച് ഇപ്പോൾ കാണിക്കുന്നത് 205 കിലോമീറ്റർ എന്നാണ് കാണിക്കുന്നത്. സാധാരണ എനിക്ക് നോർമൽ കണ്ടീഷനിൽ റേഞ്ച് കിട്ടാറുള്ളത് 200-നടുത്താണ്. 200 കിട്ടും, ചിലപ്പം 210 കിട്ടും. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു 160, 170 ഒരു ഇതിൽ ചാർജ് സ്റ്റേഷൻ കണ്ടെത്തണം. ഞങ്ങൾ ഇന്ന് ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വയനാട്ടിൽ കൽപ്പറ്റയിൽ വെച്ചാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിയണം. അതുകൊണ്ട് കൽപ്പറ്റയിൽ വെച്ചാണ് നമ്മൾ ചാർജിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മഴയൊന്നുമില്ല കേട്ടോ, മഴ കുറവാണ്. രാവിലെ ചെറിയ ഒരു കോട പോലെയൊക്കെ കാണുന്നുണ്ട്. മഴയുടെ ലക്ഷണമുണ്ട്. എന്തായാലും നമുക്ക് വഴിയിൽ നിന്ന് എന്തായാലും മഴ കിട്ടും. ഇവിടെ നോർമൽ ഇപ്പോൾ രാവിലെ മഴയൊന്നുമില്ല. I remember better days on the playground, hoping I can find my way. Even when I'm feeling down, I fight. Even when I don't know what is right, I'ma pick a side and I'ma take pride. I will decide my fate and I will never let them tell me who I am. If you try to shake me, I'll be damned. Planet on the ground is where I stand. Never give up, that was always the plan. It's so cold outside, I'm alone. നമ്മൾ ഫറോക്ക് പഴയ പാലത്തിലാണ്. It's so cold outside, I'm alone, I'm alright. ഇതാ കോഴിക്കോട് ലുലു മാളിൻ്റെ അടുത്തെത്തി. പുതിയ ലുലു മാൾ ഇതാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ലുലു മാള്. ഇതല്ലോ, ഇത് ഓപ്പൺ ആയിട്ടില്ല, അപ്പം അടുത്ത് തന്നെ ഓപ്പൺ ആവും. സിറ്റിയിൽ രാവിലെ വലിയ തിരക്കില്ലാത്തത് കൊണ്ട് ഒരു 70-80 ആ റേഞ്ചിലൊക്കെയാണ് നമ്മൾ പിടിക്കുന്നത് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ശരാശരി ഒരു നോർമൽ റേഞ്ചായിട്ട് ഒരു 60-70 ഒക്കെ പറയാം. നമ്മൾ ഇപ്പോൾ കുന്നമംഗലത്ത് എത്താനായിട്ടുണ്ട്. ഈ വണ്ടി മേടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 18 മാസത്തോളമായി. 2022 ഡിസംബറിലാണ് നമ്മൾ നെക്സോൺ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 41,600 കിലോമീറ്റേഴ്സ് ഇതുവരെ ഓടിക്കഴിഞ്ഞു. എനിക്ക് ഈ വണ്ടി കൊണ്ട് യാതൊരു പ്രോബ്ലംസും ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് ശരാശരി അന്ന് മുതൽ തന്നെ ഒരു 200 കിലോമീറ്റേഴ്സ് വെച്ചിട്ട് ഓരോ ചാർജിങ്ങും കിട്ടാറുണ്ട്. വീട്ടിൽ നിന്നും പുറത്തുനിന്നും ചാർജ് ചെയ്യാറുണ്ട്. ഫാസ്റ്റ് ചാർജിങ്ങും ഒക്കെ മാറി മാറി ചെയ്യാറുണ്ട്. ഇതുവരെ എനിക്കൊരു പണിയും തന്നിട്ടില്ലാത്ത വാഹനമാണ് നെക്സോൺ. പലരും പല പ്രശ്നങ്ങളും ഈ ഒരു ഇതിൽ പറയാറുണ്ട്, പല ഇഷ്യൂസൊക്കെ പറയാറുണ്ട്. നോർമൽ ബാറ്ററി ലൈഫൊക്കെ അങ്ങനെ തന്നെ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒരു 19% കുറഞ്ഞു, 81% എങ്കിലും എനിക്ക് 36 കിലോമീറ്റേഴ്സ് ഒരു 19% കൊണ്ട് ഓടിക്കഴിഞ്ഞു. ശരാശരി ഒരു 200 കിലോമീറ്റർ തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ നല്ല വണ്ടി തന്നെയാണ്, സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. പക്ഷേ നമ്മൾ നോർമൽ പോകുന്ന സമയത്ത്, ലോങ് ഒക്കെ പോകുന്ന സമയത്ത് ഒരു 400 കിലോമീറ്റേഴ്സ് റേഞ്ചൊക്കെ കിട്ടുന്ന വണ്ടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവാണ്. കാരണം നമുക്കിങ്ങനെ ഫ്രീക്വൻ്റായിട്ട് ചാർജ് ചെയ്യേണ്ട അവസ്ഥ വരില്ല. അപ്പോൾ നല്ല ഇതുവരെ നമ്മളെ വെർത്ത് തന്നെയാണ്. എനിക്ക് വണ്ടി ഒരു നല്ല വണ്ടിയായിട്ട് തന്നെയാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്.
നമ്മളിപ്പോൾ കൊടുവള്ളിയിൽ എത്തിയിട്ടുണ്ട്. കൊടുവള്ളി നിങ്ങൾക്കറിയാലോ, കൊടുവള്ളി ജ്വല്ലറികളുടെ നാടാണ്. നിറയെ ജ്വല്ലറികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പോകുമ്പോൾ തന്നെ കാണാം, രണ്ട് ഭാഗത്തും ഇഷ്ടംപോലെ ജ്വല്ലറികളുണ്ടാവും. നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ലെവൽ 3യിലാണ് റീജൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോർമലായിട്ട് ലെവൽ 3യിൽ സെറ്റ് ചെയ്ത് പോവാണ്. എത്ര റേഞ്ച് കൂടും നമുക്ക് നോക്കാം. കൂടാതെ നമ്മളെ ചുരം കയറുന്ന സമയത്ത് അത് ലെവൽ 1ലേക്ക് തന്നെ ഞാൻ മാറ്റും. ഇപ്പോൾ നമ്മൾ താമരശ്ശേരി എത്തിയിട്ടുണ്ട്. താമരശ്ശേരി കഴിഞ്ഞാൽ അടിവാരമാവും. അടിവാരം കഴിഞ്ഞാൽ പിന്നെ ചുരം കയറുകയാണ്. അപ്പോൾ ചുരം കയറുമ്പം എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് ചുരം കയറാൻ നമുക്ക് വേണ്ടി വരിക എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അടിവാരത്തെത്തും. ഇവിടെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. നമ്മളെ ഇത് പോയതിനു ശേഷം താമരശ്ശേരിയിലാണിത്. KCBയുടെ സബ്സ്റ്റേഷൻ അടുത്ത് തന്നെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. പുതിയൊരു സ്വിഫ്റ്റ് ആണല്ലോ പോകുന്നതല്ലേ. സ്വിഫ്റ്റിൻ്റെ പുതിയ വണ്ടി, പുതിയ മോഡലാണ്. രസമുണ്ട് കാണാൻ അല്ലേ. നമ്മളിപ്പോൾ അടിവാരത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചുരം കയറാൻ തുടങ്ങും. അപ്പോൾ ചുരം കയറുന്ന സമയത്ത് എത്ര പെർസെൻറ്റേജ് ആവുമെന്നൊക്കെ നമുക്കൊന്ന് നോക്കണം. ഏകദേശം സമയം 7 മണിയായി. 1 മണിക്കൂറും 15 മിനിറ്റുമായി നമ്മൾ യാത്ര തുടങ്ങിയിട്ട് 68 കിലോമീറ്ററാണ് സഞ്ചരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങോട്ട് ചുരം കയറ്റമാണ്. നമ്മൾ ചുരം കയറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 64% നമ്മളെ റേഞ്ച് കാണിക്കുന്നത്. ഇപ്പോൾ ചുരം കയറി തീരുമ്പോൾ എത്ര ശതമാനം ആയിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. ചുരത്തിലെ 1ാം വളം എത്താനായിട്ടുണ്ട്. ഹെയർപിൻ ബെൻഡ് എത്താനായിട്ടുണ്ട്. നമ്മൾ ചുരം കയറി കഴിഞ്ഞിട്ടുണ്ട്. ചുരം കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് ഉള്ളത് ഇപ്പോൾ ഏകദേശം 25ഓളം മിനിറ്റ് എടുത്തു. കൂടാതെ കിലോമീറ്റേഴ്സ് ആയത് നമ്മൾ നേരത്തെ 68.5 ആയിരുന്നു. ഇപ്പോൾ 81 ഒരു 13 കിലോമീറ്റേഴ്സ് ഓളം ആയിട്ടുണ്ട്. കൂടാതെ നമ്മളെ ചാർജിങ് പെർസെൻറ്റേജ് 46%. നമ്മൾ 64 64-ന്ന് 46ലേക്ക് കുറഞ്ഞു. 3 വണ്ടികൾ ഇടിച്ചതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഒരുമിച്ച് ഇടിച്ചതാണ് 3 വണ്ടികൾ. നമ്മളിപ്പോൾ കൊൻഫുദ എന്ന് പറയുന്ന ആ ഒരു ചാർജിങ് സ്റ്റേഷനിലേക്ക് പോകുന്നതാണ്. ഇവിടെ ഇതാണ് കൊൻഫുദ റിസോർട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ സഞ്ചരിച്ച ദൂരം 95 കിലോമീറ്റേഴ്സാണ്. അതിന് നമുക്ക് 61% ചാർജായി. 61%-ഓളമായി. അപ്പം ഈ ചുരമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്ര കുറഞ്ഞ റേഞ്ച് കിട്ടിയത്. ശരാശരി നമ്മളൊരു 60 റേഞ്ചിലാണ്, 60 km/h നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഏതായാലും ഇവിടുന്ന് ചാർജ് ചെയ്യാം. ചാർജ് ഇപ്പോൾ ബാക്കിയുള്ളത് 39%. നല്ലൊരു പ്ലേസാണ് ചാർജ് ചെയ്യാനുള്ളത് എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വയനാട്ടിലെ കൽപ്പറ്റയിലാണ്. കൊൻഫുദയിൽ തന്നെയാണ്. ചാർജ് ചെയ്ത് കഴിഞ്ഞു. ചാർജ് ചെയ്യാൻ ഏകദേശം 1 മണിക്കൂർ തന്നെ എടുത്തു. 39%-ന്ന് 100% ആവാൻ. ഇപ്പോൾ ഇനി അങ്ങോട്ട് നമ്മളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് മൈസൂരാണ്. മൈസൂരിലേക്ക് എത്താൻ ഇവിടുന്ന് 144 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇനി മൈസൂർ വെച്ചിട്ടാണ് അടുത്ത ചാർജിങ് വരുന്നത്. അതിനിടയിൽ നമ്മളുടെ ഈ ഒരു ബോർഡറിലൊന്നും ചാർജിങ് ഉണ്ടാവും. ഗുണ്ടൽപേട്ടൊക്കെ ഉണ്ട്, നഞ്ചൻഗൂഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ അവിടുന്ന് ചെയ്യുന്നില്ല. നേരെ പോകുന്നത് മൈസൂരിലേക്കാണ്. മൈസൂരിലെ മാൾ ഓഫ് മൈസൂർ എന്ന് പറയുന്ന അവിടെ വെച്ചിട്ട് ഒരു സിയോണിൻ്റെ ചാർജ് സ്റ്റേഷൻ ഉണ്ട്. അവിടേക്കാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഓക്കെ, നമ്മൾ മുത്തങ്ങേൻ്റെ ഭാഗത്തെത്തി. കാട്ടിൻ്റെ ഭാഗത്താണുള്ളത്. അപ്പോൾ ഇവിടെ സാധാരണ മാന്യ അതുപോലെ തന്നെ ചിലപ്പോൾ ആനേനൊക്കെ കാണാറുണ്ട്. രാത്രിയൊക്കെ ആന ഉണ്ടാവാറുണ്ട്.
നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെ കാണാം. Everybody knows I ain't faking now. Everybody knows my heart's vacant now. Yeah, she hates me now, I made mistakes but now I don't ever wanna be alone. I don't really ever feel at home. On my own, in the zone, that's the only way I know. Feeling low, about to blow back up. Here I won't ever let the doubt creep in. Gotta pop a couple more aspirin. I don't think I'll ever let you in. Easier to break it off best friends. I don't really understand myself. I don't really understand, need help. I don't wanna be left on the shelf. Couldn't even hear me if I yelled. It's so cold outside, I'm alone, I'm alright. It's so cold outside, I'm alone, I'm alright. It's so cold outside. നമ്മളിപ്പോൾ ബന്ദിപ്പൂർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ബന്ദിപ്പൂർ വനമേഖല കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ഗുണ്ടൽപേട്ടിലേക്കാണ് എത്തുക. അപ്പോൾ അടുത്ത ഒരു സിറ്റി ഗുണ്ടൽപേട്ടാണ്. ഇനി അങ്ങോട്ട് നല്ല ഹൈവേ ആണ്, ടോളൊക്കെ ഉണ്ടാവും. നമ്മൾ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്നത് എക്സ്പ്രസ് വേയിലാണ്. Let's go. I don't wanna break down, always feel like I could break now, but I never let it take me to that place now. I won't ever let my thoughts get away now. I got better things to do, picking fate now. I just wanna be the best, call me great now. I don't know if I'm okay or insane now. I remember better days on the playground, hoping I can find my way even when I'm feeling down. I fight, even when I don't know what is right. I'ma pick a side, and I'ma take pride. I will decide my fate and I will never let them tell me who I am. If you try to shape me, I'll be damned. Planet on the ground is where I stand. Never give up, that was always the plan. It's so cold. ഗുണ്ടൽപേട്ടത്തിന് മുമ്പ് ഒരു ടോൾ ഗേറ്റ് ഉണ്ട്. അപ്പോൾ അതാ നമ്മൾ അതിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. It's so cold outside, I'm alone, I'm alright. It's so cold outside, I'm alone. It's so cold outside, it's so cold. അടുത്ത ടോൾ ബൂത്ത് വരുന്നുണ്ട് തൃശ്ശൂരിന് മുമ്പായിട്ട്. നെക്സ്റ്റ് ടോൾ ഗേറ്റ് ആണേ. ഇപ്പോൾ ഞങ്ങൾ മൈസൂർ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇനി നോക്കുന്നത് മാൾ ഓഫ് മൈസൂരാണ് നോക്കുന്നത്. മാൾ ഓഫ് മൈസൂരാണ് ഇപ്പം സിയോൺ ആപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അവിടെയാണ് സിയോണിൻ്റെ ചാർജിങ് സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ ഇവിടെ എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ വളവും കൂടി കഴിഞ്ഞാൽ അവിടെ എത്തുന്നുള്ളതാണ് തോന്നുന്നത്. അവിടെ ചാർജിങ്ങിന് പറ്റും ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ല.
2 ചാർജേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് Everybody knows that I'm മാൾ ഓഫ് breaking മൈസൂരിൽ. down. Everybody knows I ain't faking now. എന്തായാലും Everybody knows my മാൾ heart's ഓഫ് breaking മൈസൂർ now. Yeah, she കാണുന്നുണ്ട്. hates me now. I made mistakes, but now I don't ever wanna be അവിടെ alone. I don't really നോക്കാം ever അവിടെ feel home ആളുകൾ on my ഉണ്ടോ own. നോക്കാം. In the zone, that's the only way I know. Feeling low, about to blow back up. I won't ever let the doubt creep in. Gotta pop a couple more. മാളിൻ്റെ അടുത്ത് എത്തി. മാൾ ഓഫ് മൈസൂർ, മൈസൂർ മാള്. അവിടെ ഇപ്പുറത്താണ് ചാർജിങ് സ്റ്റേഷൻ ഉള്ളത്. I don't really understand. നോക്കട്ടെ അവിടെ ആളുകൾ ഉണ്ടോ നോക്കട്ടെ ചാർജിങ്ങിന് വേണ്ടിയിട്ട്. It's so cold outside. നമ്മൾ കൽപ്പറ്റയിൽ നിന്ന് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് 148 കിലോമീറ്ററാണ് ഓടിയത്. ഇപ്പോൾ നമ്മുടെ ചാർജ് ഉള്ളത് 21% ഉള്ളൂ. ഏകദേശം 79% തീർന്നിട്ടുണ്ട്. 148 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കറക്റ്റായിട്ട്. 2 കിലോമീറ്റർ ഒരു ശതമാനത്തിൽ 2 കിലോമീറ്റർ വെച്ച് കിട്ടിയിട്ടുണ്ട്. സിയോൺ ചാർജിങ് സ്റ്റേഷനിൽ വന്നതാണ്. പക്ഷേ മറ്റൊരു വണ്ടി ഇവിടെ ഉണ്ട്. അത് ഏകദേശം 92% ആയിട്ടുണ്ട്. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ മൈസൂരിലെ മാൾ ഓഫ് മൈസൂരിൽ നിന്നിട്ട് പിന്നെയും ഫുൾ ചാർജ് ആക്കി നമ്മൾ നേരെ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. ബാംഗ്ലൂരിൽ എക്സ്പ്രസ് വേ വഴിയാണ് പോകുന്നത്. അപ്പം ഈ അവിടെ നിന്നാണ് സിയോൺ തന്നെയുള്ള ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്നാണ് ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. മാൾ ഓഫ് മൈസൂരിൽ നിന്നിട്ട് നേരെ ബാംഗ്ലൂരിലേക്ക്. Even when I don't know what is right, I'ma pick a side and I'ma take pride. I will decide my fate and I will never let them tell me who I am. If you try to shape me, I'll be damned. Planet on the ground is where I stand. Never give up, that was always the plan. It's so cold. മൈസൂർ എക്സ്പ്രസ് വേയിലേക്ക് കയറാൻ പോവുകയാണ്. ടോൾ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂരിലേക്ക് 145 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ മുതൽ എക്സ്പ്രസ് റോഡ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. എക്സ്പ്രസ് വേയിൽ ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ 100 കിലോമീറ്റർ ആ റേഞ്ചിൽ തന്നെയാണ് പോകുന്നത്. എങ്കിലും ലൈന് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഗ്രാഫ് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. നമ്മൾ സ്പീഡ് 100 കിലോമീറ്റർ ആണെങ്കിൽ തന്നെയും ഗ്രാഫ് കറക്റ്റാണ്. ടോൾ ഗേറ്റിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട്. ടോൾ ഗേറ്റ് മുമ്പിൽ കാണുന്നത് എക്സ്പ്രസ് ടോൾ ഗേറ്റാണ്. അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. വലിയ ടോൾ ഗേറ്റാണ് നാഷണൽ ഹൈവേസിൻ്റെ. അപ്പം അവിടെയാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. ബാംഗ്ലൂരിലെത്തി. ബാംഗ്ലൂരിൽ ഇപ്പോൾ എത്തിയിട്ട് ഇപ്പം 3:30 ആയിട്ടുണ്ട്. 3:30 ആയപ്പോൾ എത്തി. അപ്പോൾ ലാസ്റ്റിൽ 28% ചാർജ് ബാക്കി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇനി നമ്മളുടെ ഒരു പ്രോഗ്രാമിലേക്ക് പോവാണ്. വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട്